ഹലോ ക്യൂട്ടീസ്, ഈ പെൻസിലുകൾക്ക് എല്ലാവർക്കും ഒരു മേക്ക് ഓവർ കൊടുത്താലോ, അവരെ കുട്ടപ്പനാക്കി നല്ല ഇട്ടാലോ? ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തന്നെ അക്രിലിക് പെയിൻറ്റ് അടിക്കുക. അപ്പോൾ ഈ പെൻസിൽ കണ്ടില്ല, ഈ കളർ കണ്ടിട്ട് അത്ര ഇഷ്ടമില്ല പിള്ളേർക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനൊരു പെയിൻറ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയാലോ? ഇഷ്ടമുള്ള കളർ അടിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ് കളർ അടിക്കുക എന്നുള്ളത്. പിന്നെ മറക്കല്ല്, പെയിൻറ്റ് അടിക്കുമ്പോൾ അക്രിലിക് തന്നെ അടിക്കണം, 2 കോട്ട് അടിക്കുകയും ചെയ്യണം ഇഷ്ടമുള്ള കളർ. അപ്പം നിങ്ങൾ ഗിവ് വേയുടെ കാര്യമല്ലോ, മറക്കല്ല്, ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നല്ല കമൻറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തേക്ക്, അതിനകത്തും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പെൻസിൽ കുട്ടപ്പനായോ? രണ്ടാമത്തെ മെത്തേഡാണ് ഇനി കാണിക്കാൻ പോകുന്നത്, നമ്മുടെ വാശി ടേപ്പ് മെത്തേഡും. ഇഷ്ടം പോലെ വാശി ടേപ്പ് എല്ലാവരുടെ കയ്യിലുണ്ട്, പല കളറിൽ. എൻ്റെ ആകെ ഒരെണ്ണേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്ത്. നിങ്ങൾ അതിനെ കണ്ടിക്കുക, മുറിക്കുക, ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ പെൻസിലിന് ഡിഫറെൻറ്റ് കളറായില്ലേ. നിങ്ങളുടെ ഇഷ്ടം പോലെ വാശി ടേപ്പ് വേണമെങ്കിൽ മാറി മാറി ഇത് ഒട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് മെത്തേഡ്? അപ്പോൾ മറക്കൽ ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഞാൻ അത്ര ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല, എന്നാലും അതും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അതിനകത്ത് ഞാനെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യാം. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തൊക്കെ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല കമൻറ്റ് ഇനിയുള്ള എല്ലാ ലോങ് വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടംപോലെ ഷെയർ ചെയ്ത് ഈ വീഡിയോസൊക്കെ നല്ലവണ്ണം റീച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ഞാൻ 4 പേർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കണമെന്ന് വിചാരിച്ച 5K ആയില്ലല്ലോ, പക്ഷേ വെച്ച പാവൻ്റെ ക്യൂട്ടീസിൽ അവർക്ക് കൊടുത്തേക്കാമെന്ന് വെച്ചു. 4 പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സക്സസ് ആകുവാണെങ്കിൽ അടുത്ത മാസം തൊട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മന്ത് എൻഡിൽ ഞാൻ എല്ലാ മാസവും ഒരു സ്മോൾ ആയിട്ടുള്ളൊരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വാശി ടിപ്പ് കൊണ്ടുള്ള പ്രയോഗം? കണ്ടില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യും, അവരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. വിഷമിക്കുകയുണ്ടല്ലോ, ആർക്കെങ്കിലുമൊക്കെ ഒരു മാസം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത മെത്തേഡാണ് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമ്മളിതോടെ ഇനി നമ്മളൊരു ചിലർക്കൊക്കെ ഗ്ലിറ്റർ ആയിട്ട് ഇഷ്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷുള്ള ഗ്ലിറ്റർ നെയിൽ പോളിഷില്ലേ, അത് ഇതിനകത്ത് അടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഗ്ലൂ പുരട്ടുക, അതിൻ്റെ മുകളിൽ ഇച്ചിരി സീക്വൻസോ അല്ലെങ്കിൽ ഗ്ലിറ്റർ പൗഡറോ പുരട്ടി അതിനെ സുന്ദര കുട്ടപ്പനാട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ നമ്മുടെ നെയിൽ പോളിഷ് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഗ്ലിറ്റർ പൗഡർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അത് വെച്ചെടുക്കുകയാണ്. അത് ഇങ്ങനെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഇടാൻ പറ്റും. അതൊരു ഡിഫറെൻറ്റ് മെത്തേഡല്ലേ. പിന്നെ ഇത് ഉണങ്ങാൻ വെക്കണം കേട്ടോ, ഉണങ്ങുന്നതിന് മുമ്പ് കയ്യിലില്ല, അല്ലെങ്കിൽ കയ്യിലെല്ലാം പറ്റും കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് നെയിൽ പോളിഷ് അടിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നെയിൽ പോളിഷൊക്കെ അടിച്ചിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോറിംഗ് പെൻസിലിനെ ഒരു മേക്കവർ ഇല്ലേ, പല പല ഉടുപ്പിട്ടുകൊണ്ട് വന്ന ഈ റെഡ് കാർപ്പറ്റിലൊക്കെ ഓരോ മോഡൽസ് വരുന്ന പോലെ ഇല്ലേ, ഓരോ മോഡൽ ട്രൈ ചെയ്യാം. പിന്നെ അടുത്ത മെത്തേഡ് നമ്മൾ നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ട് അക്രലിക് പെയിൻറ്റ് ചെയ്തില്ലേ, അവനെ ഇച്ചിരി കൂടെ കൂട്ടപ്പനാക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഇടാം, ഡോട്ട് ഇടാം. അപ്പം ഞാനൊരു ഈസി പണിക്ക് വേണ്ടി ഒരു ലേസി പണി കെട്ടിക്കെന്ന് വെച്ചുകൊണ്ട് ഡോട്ട് ഇടാം. പിന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? പിന്നെ ഞാൻ ബെല്ലൊന്നും അമർത്താതെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ഒന്നുകൂടെ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ മാസം തീരുമാനം ഞാൻ മാർച്ച് 2nd or 3rd ആയിരിക്കും ഞാൻ എൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു നെറ്റിലൂടെ ഒന്നും സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെ നോക്കി, ഞാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. പിന്നെ ഓരോ മാസം കൊടുക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് നോക്കാനേ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേപ്പർ മെത്തേഡ്. എല്ലാവരുടെ കയ്യിലും ഒരു കളർ പേപ്പർ എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ പേപ്പർ, ഇതൊരു കുഞ്ഞ് പെൻസിലായി പോയി കേട്ടോ, സാരില്ല കേട്ടോ. അപ്പോൾ കളർ പെൻസിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഒരു സെല്ലോ ടോപ്പ് വെച്ച് നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കാം. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയില്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പാറ്റേൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാറ്റേൺ ഉണ്ടാക്കുവാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ബോറിംഗ് പോലെ. അപ്പോൾ മുകളിൽ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്ത്, ഒരു തലയുടെ അവിടുത്തെ ഭാഗത്ത് ഒരു കവായ് സ്റ്റിക്കറിൻ്റെ ഒരു ക്യൂട്ടി ആയിട്ടുള്ളൊരു സാധനം കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പെൻസിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പേനയും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയുണ്ട് മെത്തേഡ്? അപ്പോൾ ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടെ കാണിക്കാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ബോറിംഗ് ആയിട്ടുള്ള എല്ലാത്തിനും പെൻസിലിൻ്റെ ടിപ്പുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കുക. അപ്പം ഞാൻ ക്ലേ വെച്ച് ഒരു കുഞ്ഞൊരു സ്മൈലി ഉണ്ടാക്കി കയറ്റി വെക്കണം. അപ്പം ഗിവ് വേയുടെ കാര്യം മറക്കല്ല. ഇതിന് ഏറ്റവും കൂടുതൽ മാക്സിമം റീച്ച് കിട്ടണം, മാക്സിമം കമൻറ്റ് ചെയ്യണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. ഇനിയുള്ള ഞാനിനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ആ എല്ലാ വീഡിയോയ്ക്കും നല്ലോണം കമൻറ്റ് ചെയ്യണം, റീച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബ് ചെയ്യണം, ഇതും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ തന്നെ കയ്യിലെടുക്കാൻ, അല്ലാതെ ഞാൻ നെറ്റിലൂടെ ഒന്നും അല്ല വിന്നറെ സെലക്ട് ചെയ്യുന്നത്. നല്ല ഗിഫ്റ്റ് തരുന്നതാണ്. പിന്നെ 4 പേർക്ക് കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല കേട്ടോ. ബൈ ബൈ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ?